രാഹുൽ ഈശ്വർ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുവെന്ന് അതിജീവിത പരാതി നൽകി. AIG ജി പൂങ്കുഴലിക്കാണ് പരാതി നൽകിയത്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് രാഹുൽ വീണ്ടും വീഡിയോ ചെയ്തെന്നും ജാമ്യം റദ്ദാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. പരാതി സൈബർ പോലീസിന് കൈമാറി. നിയമപരമായി നേരിടുമെന്നും അതിജീവിതയുടെ പേരോ ചിത്രമോ പങ്കുവച്ചിട്ടില്ലെന്നും രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. എന്ത് ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്നാണ്? എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ എന്തുമാത്രം ശ്രമിക്കുന്നു എന്ന് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ശ്രമിക്കുക. എന്ത് പരാതിയാണ് കൊടുത്തത്? ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തോ? ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടോ? ഞാൻ ആ വീഡിയോ ഫുള്ള് കണ്ടില്ല, പക്ഷെ എന്റെ തുടക്കം കണ്ടപ്പോൾ അതൊരു വ്യാജ അതിജീവിതയാണ്. ആണല്ലോ, വ്യാജ അതിജീവിതയാണല്ലോ. കാര്യം കോടതി ഈ പെൺകുട്ടി പറഞ്ഞ റേപ്പ് ആരോപണങ്ങൾ നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞിട്ടില്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ വ്യാജ അതിജീവിതയല്ലേ? അത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമല്ലേ ഉള്ളൂ. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊടുക്കാൻ കൊണ്ടുവരുന്ന ഈ കാര്യത്തിന് മനഃപൂർവ്വം എന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്നത് ഇവർ കൊണ്ടുവരുന്ന മീഡിയയുടെ കാര്യങ്ങൾ അതിശക്തമായ രീതിയിൽ ഞാൻ പൊളിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എന്നോട് ദേഷ്യം പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അതുകൊണ്ട് അതിശക്തമായി ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യും. ഈ വ്യാജ പരാതികൾ തീർച്ചയായും പൊളിച്ചെടുക്കും. അതിശക്തമായ നിയമ നടപടികളും സ്വീകരിക്കും. സിജോ വി ജോൺ ചേർന്നു. സിജോ, അതിജീവിതയുടെ പരാതിയിൽ എന്താണ്? അതിനെ എങ്ങനെയാണ് രാഹുൽ ഈശ്വർ ന്യായീകരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിട്ടുള്ള അതിജീവിതയുടെ പേര് വിവരങ്ങളും വ്യക്തിപരമായ വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു എന്നുള്ള കേസിലായിരുന്നു രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കുന്നത്. 16 ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ ഈശ്വർ അന്ന് ജയിൽ മോചിതനാകുകയും ചെയ്തിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ അതിജീവിതയുടെ വ്യക്തിപരമായ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള വീഡിയോ ചെയ്യരുത് എന്നുള്ളതായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഈശ്വർ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിൽ ചില വിവരങ്ങൾ, തന്നെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതിജീവിത ഈ കേസിന്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന AIG ജി പൂങ്കുഴലിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി പൂങ്കുഴലി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറി. അദ്ദേഹമാണ് ഇപ്പോൾ ഇത് അന്വേഷിക്കുന്ന ഈ സൈബർ കേസുകൾ അന്വേഷിക്കുന്ന തിരുവനന്തപുരം സൈബർ വിഭാഗത്തിന് കൈമാറിയിരിക്കുന്നത്. ഇതിൽ വിശദമായി പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഘത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ സംഘം ഇപ്പോൾ ഈ വീഡിയോ ഉൾപ്പെടെ പരിശോധിച്ച് വരികയാണ്. ഇതിലേതെങ്കിലും തരത്തിൽ ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമുണ്ടോ എന്നുള്ള കാര്യമാണ് അവർ അന്വേഷിക്കുകയും ചെയ്യുന്നത്. രാഹുൽ ഈശ്വറുമായി ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നൊരു കാര്യം, ഒരു തരത്തിലുമുള്ള ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ അതിജീവിതയുടെ പേരോ ചിത്രമോ വ്യക്തിപരമായ വിവരങ്ങളോ പങ്കുവച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ആ വീഡിയോയുടെ തുടക്കത്തിൽ പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, ഇതൊരു വ്യാജ അതിജീവിതയാണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് രാഹുൽ ഈശ്വർ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ അതൊരു വ്യാജ അതിജീവിത തന്നെയാണ്. കാരണം അതൊരു അത്തരത്തിലൊരു വ്യാജ അതിജീവിതയാണെന്ന് ഇന്നലെ ഈ അതിജീവിതയുടെ ഭർത്താവ് തന്നെ ഒരു പരാതിയുമായി രംഗത്ത് വന്നപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് ഒരു വിശദീകരണമായി രാഹുൽ ഈശ്വർ പറയുന്നത്. കാരണം ഈ അതിജീവിത പറഞ്ഞിരുന്നത് ഇവരുടെ വിവാഹം കഴിച്ചതിന് ശേഷം വെറും 4 ദിവസം മാത്രമാണ് ഒരുമിച്ച് ജീവിച്ചതെന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ ഇവരുടെ ഭർത്താവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അതല്ല, ഇപ്പോഴും തങ്ങൾ വിവാഹബന്ധം വേർപെടുത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. താൻ അവർക്കൊപ്പം ഉണ്ടായിരുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരുമായി അടുപ്പം സ്ഥാപിക്കുന്നതും പിന്നീട് ഇവരെ ഉപദ്രവിക്കുന്നതും അല്ലെങ്കിൽ ഇവരെ ചൂഷണം ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളാണ് താൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതല്ലാതെ ഇവരുടെ വ്യക്തിപരമായ വിവരങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു വാദമാണ് രാഹുൽ ഈശ്വർ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. തന്നെ കുടുക്കാനുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കം. ഇതിനെ നിയമപരമായി നേരിടുമെന്നും രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്.